നമുക്ക് ശ്രീപദ് കൂടി ചേരുന്നുണ്ട്. ശ്രീപദ് മാളികപ്പുറം എന്ന് പറയുന്ന വളരെ വലിയ ഹിറ്റ് ചിത്രമായിരുന്നു. പ്രേക്ഷകർ അത്രത്തോളം ഏറ്റെടുത്ത ചിത്രം. അതിന് ഒരു ദേശീയ അവാർഡ് അംഗീകാരം കൂടി ലഭിച്ചിരിക്കുകയാണ്. പ്രത്യേകതകൾ കൂടിയുണ്ട്. ശ്രീപദ് കൈന്നിട്ട എക്സ്പ്രഷൻസ് ഒക്കെയാണ്, അതായത് ആരും ട്രെയിൻ ചെയ്യാതെ കൈന്നിട്ട എക്സ്പ്രഷൻസ് ഒക്കെ ശ്രീപദ് ഇതില് ഉപയോഗിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് കേൾക്കുന്നു. നമുക്ക് ശ്രീപദിനോട് അംഗീകാരം കൂടിയാണ്. തന്നെ ചോദിക്കാം. ശ്രീപദ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീപദ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ് മോർണിംഗ് ശ്രീപദ്, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. എങ്ങനെയുണ്ട്? ദേശീയ അവാർഡൊക്കെ കിട്ടിയിട്ടിരിക്കുകയാണ്. അതാ ചില്ലറ സംഭവമല്ല. എങ്ങനെയുണ്ട് ശ്രീപദ്? വളരെ സന്തോഷമുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഈ അവാർഡ് കിട്ടുന്നത്. ഇതെപ്പോഴാണ് ശ്രീപദ് അറിഞ്ഞത്? സ്കൂളിലായിരുന്നോ? തെന്നല് പറഞ്ഞു തെന്നല് സ്കൂളിലായിരുന്നു ഇത് അറിഞ്ഞ സമയത്തുനിന്ന്? ഇല്ല, ഞാൻ വീട്ടിൽ നിന്നായിരുന്നു അറിഞ്ഞത്. ഞാൻ സ്കൂളിൽ പോയില്ലായിരുന്നു. എനിക്ക് ചെറിയൊരു തൊണ്ടയ്ക്ക് ഒരു കുഴപ്പമായിട്ട് ഞാൻ പോയില്ലായിരുന്നു. പ്രതീക്ഷിച്ചിരുന്നു ശ്രീപദ് എന്തെങ്കിലും രീതിയിലൊരു പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മള് വെറുതെ ഇരുന്ന് TV കാണുമ്പോ അമ്മയുടെ എന്ന് പറഞ്ഞാൽ എന്റെ ഒരു അമ്മാവൻ വിളിച്ചു പറഞ്ഞതാ. ആണല്ലേ? പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ലില്ല, തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പൊ പെട്ടെന്ന് ടിവിയിലെ ന്യൂസില് ശ്രീപദിന്റെ ഫോട്ടോ ഒക്കെ വരുന്നു, നാഷണൽ അവാർഡ് കിട്ടി എന്നുള്ള അനൗൺസ്മെന്റ് ഒക്കെ വരുന്നു. എന്ത് തോന്നി അത് കണ്ടപ്പം? നമ്മള് എല്ലാവരും കൂടെ ഒന്ന് തുള്ളിച്ചാടുമായിരുന്നു. ആ ഒരു നിമിഷത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. വീട്ടിൽ ആരൊക്കെയാണുള്ളത് ശ്രീപദ്? വീട്ടില് അമ്മ, അച്ഛൻ, അനിയത്തി, അച്ഛൻ, അച്ചാച്ചൻ, അമ്മമ്മ, ഞാൻ. അപ്പം കുടുംബസമേതമാണ് എല്ലാരും കൂടി ഇരിക്കുമ്പോഴാണ് അറിഞ്ഞത് അല്ലേ? അല്ലല്ല, നമ്മള് 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചോ അറിഞ്ഞിട്ട്? സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചിരുന്നോ? ഫ്രണ്ട്സും ഒക്കെ വിളിച്ചോ? സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പാള് വിളിച്ചിരുന്നു. ഫ്രണ്ട്സ് പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് അവര് കുറെ പേരെന്നെ വിളിച്ചായിരുന്നു. ടീച്ചേഴ്സും കുറെ പേര് വിളിച്ചു. ഓ, അത് ശരി. അപ്പൊ ഇവിടെ കൃഷ്ണേന്ദു നേരത്തെ പറയായിരുന്നു ശ്രീപദ് കൈന്നിട്ട കുറച്ച് എക്സ്പ്രഷൻസിന്റെ ഒക്കെ കഥ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ശ്രീപദ്? അതെങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ആ ഒരു ടൈമില് നമ്മൾ ശരിക്കും അത് ചെയ്യുന്നതാണെങ്കിൽ എന്ത് ചെയ്യൂ അത് നമ്മൾ പറഞ്ഞു കൊടുക്കൂലേ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയതാ. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. അക്സെപ്റ്റ് ചെയ്തു, പിന്നെ ചെയ്തു. നമ്മൾ ആ സിനിമ കണ്ടപ്പോൾ നമുക്കും അത് ഫീൽ ചെയ്തു. ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, ഒരു അഭിനയമായിരുന്നു. അതായത് ഒരു സിറ്റുവേഷനോട് എങ്ങനെ നാച്ചുറൽ ആയിട്ട് ബിഹേവ് ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു ശ്രീപദ് അത് ചെയ്തത്. ഈ സിനിമ ഓൾറെഡി ഭയങ്കര ഹിറ്റ് ആയിരുന്നല്ലോ ശ്രീപദ്. അപ്പൊ തൊട്ട് ഒരുപാട് ആളുകളും ആരാധകരും ഒക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുകയും വന്ന് കാണുമ്പോൾ വിശേഷങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ അല്ലേ? മാത്രമല്ല ശ്രീപദ് വ്രതം എടുത്തിട്ടാണ് ഈ ഒരു മൂവി ചെയ്തിരിക്കുന്നത് അല്ലെ ശ്രീപദ്? അതെ, പക്ഷെ ഫുൾ എടുത്തിട്ടില്ല, കുറച്ച് നാള്. അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ശ്രീപദ്? ഷൂട്ട് ഒരു 50 ദിവസത്തിനടുത്ത് വ്രതം എടുത്തിട്ടുണ്ടോ? 50 ദിവസം ഒരു കുട്ടി വ്രതം എടുത്തിട്ടാണ് ഈ ഒരു മൂവി ചെയ്തിരിക്കുന്നത്. അതാണ്, അതും ഒരു പ്രത്യേകത തന്നെയാണ് നമ്മൾ പറയില്ലേ. ബാക്കി എന്തൊക്കെ പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു ശ്രീപദ്? ബാക്കി എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാല് ആ ടൈമിൽ എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടി വന്നില്ല. എല്ലാം എനിക്ക് പറഞ്ഞുതരുമായിരുന്നു. അഭിലാഷ് ഏട്ടൻ എനിക്ക് പറഞ്ഞുതരുമായിരുന്നു. അതെന്റെ 3ാമത്തെ സിനിമയാണ്. അപ്പൊ എനിക്ക് അധികം അതുമായിട്ട് വലിയ എക്സ്പീരിയൻസ് ഇല്ല. ഹാൻഡിൽ ചെയ്തു.